ആവർണിക രചന അനി ബിജു ഫിദ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. കൂട്ടുകാരന്റെ ജന്മദിനാഘോഷങ്ങൾ കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങിയായിരുന്നു അബി. സമയം 12 കഴിഞ്ഞു. കൂടെ നല്ല മഞ്ഞ്, ചുറ്റും കട്ട പിടിച്ച മൂടൽ മഞ്ഞ്. കാഴ്ചകൾക്ക് മുന്നിലെ കാഴ്ചകൾക്ക് വെളുത്ത തിരശീലയിട്ടതുപോലെ ഇരുവശവും അഗാധമായ കൊക്കകളുള്ള ആ ചുരത്തിൽ അവന്റെ ബൈക്ക് പതുക്കെ ഇരമ്പി നീങ്ങി. ഹെഡ്ലൈറ്റിന്റെ നേർത്ത വെട്ടം മഞ്ഞിനെ കീറിമുറിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. ഭയം അവന്റെ സിരകളിൽ ഐസ് പോലെ പടർന്നു കയറുന്നത് അവൻ അറിഞ്ഞുവെങ്കിലും ധൈര്യം സംഭരിച്ച് അവൻ ആക്സിലേറ്റർ മുറുക്കി. പെട്ടെന്നാണ് കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഒരു നിഴൽ രൂപം അവന്റെ ബൈക്കിന് മുന്നിലേക്ക് ചാടി. ടയറുകൾ ടാർ റോട്ടിൽ ഉരസിയ ശബ്ദം ആ താഴ്വരയിൽ പ്രതിധ്വനിച്ചു. നിയന്ത്രണം വിട്ടുവഴിഞ്ഞ ബൈക്കിന് സർവ്വശക്തിയും എടുത്ത് അവൻ ബാലൻസ് ചെയ്യുമ്പോൾ ഹൃദയം വാരിയലുകൾ തകർത്തും വിധം പടപെടാൻ മിടിക്കുന്നുണ്ടായിരുന്നു. ഇതപ്പോടെ അവൻ ചുറ്റും നോക്കി. ഒന്നുമില്ല. റോഡ് വിജനമാണ്. മഞ്ഞിന്റെ വെളുത്ത പുകച്ചുരുകൾ മാത്രം അവിടെവിടെയായി ഒഴുകി നടക്കുന്നു. പക്ഷെ താനെന്തോന്ന് കണ്ടില്ലേ? ഒരു രൂപം പോലെ ഒന്ന്. ഇനി അതൊരു നിഴലായിരുന്നു. അതെന്റെ വെറൊരു തോന്നലോ? അബിയുടെ കാതുകളിൽ പെട്ടെന്ന് വീടുകളുടെ കരച്ചിൽ ഇരച്ചു കയറി. ആ ശബ്ദത്തിന് മുൻപില്ലാത്തൊരു ഭീകരതയുണ്ടായിരുന്നു. കാറ്റിന്റെ ഓരോ മർമ്മരവും ആരോ തന്റെ ചെവിയിൽ മന്ത്രിക്കുന്ന പോലെ അവന് തോന്നി. ദേഹം വിറക്കാൻ തുടങ്ങിയതോടെ ഒട്ടും വൈകിക്കാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നിലേക്ക് നോക്കാൻ പോലും ഭയപ്പെട്ട് പ്രാണരക്ഷാർത്ഥവൻ വണ്ടി മുന്നോട്ട് കുതിപ്പിച്ചു. ബൈക്കിന്റെ വേഗത കൂടുമ്പോഴും അബിയുടെ ഉള്ളിൽ ആ നിഴൽരൂപം ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചു. അപ്പോഴവൻ കണ്ടില്ല. ആ വിജനമായ പാതയിൽ അവനെ തന്നെ നോക്കുന്നതാണ്. തണുത്തുറഞ്ഞ ആ കണ്ണുകൾ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അബിയുടെ ഹൃദയം ഒരു യന്ത്രം പോലും ഇരിക്കുകയായിരുന്നു. ആ വിജനമായ ചുരവും അവിടെ കണ്ട നിഴലും അവന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല. ആക്സിലേറ്റർ പരമാവധി തിരിച്ച് അവൻ വീട്ടിലേക്ക് പാഞ്ഞു. മൂടൽ മഞ്ഞ് ശിലകളിൽ തട്ടിത്തെറിക്കുമ്പോൾ കാറ്റിലൊഴുകി വരുന്ന ഓരോ ശബ്ദവും ആ പെൺകുട്ടിയുടെ വിളിയാണോ എന്ന് അവൻ ഭയന്നു. ഒടുവിൽ ദൂരെ തന്റെ ആയിരുന്ന വീടിന്റെ മഞ്ഞ് വിളിച്ചു കണ്ടപ്പോൾ അവനൽപ്പം ആശ്വാസം തോന്നി. ഗേറ്റ് തുറന്ന് ബൈക്ക് പോർച്ചിൽ വെച്ചു. സാധാരണ ബൈക്ക് കവറിട്ട് മൂടാറുള്ളതാണ്. എന്നാൽ ഇന്ന് അതിനൊന്നും നിൽക്കാതെ അവൻ വരാന്തയിലേക്ക് ഓടിക്കയറി. വാതിൽ തുറന്ന് അകത്ത് കയറി ഉടനെ തന്നെ കുറ്റിയിട്ടു. പുറത്ത് കഠിനമായ തണുപ്പും മഞ്ഞുമായിരുന്നിട്ടും അബിയുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിയുന്നുണ്ടായിരുന്നു. താൻ തനിച്ചാണ്. അതാരെങ്കിലും കൂടെയുണ്ടോ? വീടിന്റെ ഓരോ മൂലയിൽ ഇരുട്ട് പതിരിക്കുന്ന പോലെ അവന് തോന്നി. അദൃശ്യമായ സാന്നിധ്യം. അവൻ പതുക്കെ മുകളിലത്തെ നിലയിലുള്ള തന്റെ മുറിയിലേക്ക് നടന്നു. ഓരോ പടവ് കയറുമ്പോഴും തന്റെ പിന്നിൽ ആരോ ഒരാൾ കൂടി നടക്കുന്നുണ്ടെന്ന് തോന്നി അവനെ വേട്ടയാടി. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ആരുമില്ല. വെറും തോന്നലാണെന്ന് സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ മുറിക്കുള്ളിൽ എത്തിയപ്പോൾ അവിടെ വിചിത്രമായ ഒരു ഗന്ധം നനഞ്ഞ മണ്ണിന്റെയും വാടിപ്പോയ പൂക്കളുടെയും ഒരു ഗന്ധം. ഭയമാറ്റാനായി അവൻ ബാത്റൂമിലേക്ക് ഓടിക്കയറി. കണ്ണാടിക്കൊമ്പിൽ നിന്ന് ആഞ്ഞു കിതച്ചു. അവന്റെ മുഖം വിളറി വെളുത്തിരുന്നു. തണുത്ത വെള്ളം ടാപ്പിൽ നിന്ന് കൈവെള്ളിയിലേക്ക് എടുത്ത് അവൻ മുഖത്തേക്ക് ആഞ്ഞൊഴിച്ചു. വീണ്ടും വീണ്ടും ആ തണുത്ത വെള്ളം അവന്റെ ഭയത്തെ തണുപ്പിക്കുമെന്ന് അവൻ കരുതി. മുഖം കഴുകിക്കഴിഞ്ഞ് കണ്ണു തുടച്ചവൻ പതുക്കെ കണ്ണാടിയിലേക്ക് നോക്കി. അബിയുടെ ലോകം അവിടെ നിശ്ചലമായി. കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തിന് തൊട്ടു പിന്നിലായി നനഞ്ഞൊട്ടിയ മുടിയും വെളുത്ത വസ്ത്രവും ധരിച്ച ഒരു സ്ത്രീ രൂപം നിൽക്കും. അവളുടെ കണ്ണുകൾ അബിയുടെ കണ്ണുകളിലേക്ക് തുളച്ച് കയറുന്നുണ്ടായിരുന്നു. അവൾ സാവധാനം അവന്റെ തോളിലേക്ക് കൈഞ്ഞു. അയ്യോ! അബിയുടെ തൊണ്ടയിൽ നിന്നൊരു ഭീകരമായ അറച്ച പുറത്തു വന്നു. അവൻ ഞെട്ടിപ്പിടഞ്ഞ് പിന്നിലേക്ക് മറിഞ്ഞു വീണു. പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. ബാത്റൂമിലെ ആ ചെറിയ വെന്റിലേറ്ററിലൂടെ പുറത്തെ മഞ്ഞ് അകത്തേക്ക് അരിച്ചു കയറുന്നു. നിലത്ത് വീണ അബിയുടെ കാതുകളിൽ ആ പഴയ ചിരി വീണ്ടും മുഴങ്ങി. വാതിൽക്കൽ ആരോ നഖം കൊണ്ട് പോറുന്ന പോലെ ശബ്ദം. അബിയുടെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. തറയിൽ വീണ അവൻ എഴുന്നേൽക്കാൻ പോലും ആവാതെ വാതിലിലേക്ക് ഉറ്റുനോക്കി. പുറത്ത് മരത്തടിയിൽ നഖങ്ങൾ ആഴ്ന്നിറങ്ങുന്ന ആ ശബ്ദം അവന്റെ സിരകളിൽ ഭയം കോരിയിട്ടു. വാതിലിന്റെ താഴെപ്പടിയിലൂടെ കറുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകം പതുക്കകത്തേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. അത് രക്തമല്ലായിരുന്നു, മറിച്ച് ചെളിവെള്ളമായിരുന്നു. ബാത്റൂമിലെ ബൾബ് പെട്ടെന്ന് മിന്നിത്തുടങ്ങി. ഓരോ തവണ പ്രകാശം അണയുമ്പോഴും ആ വാതിൽക്കൽ അവനൊരു നിഴൽ രൂപം കണ്ടു തുടങ്ങി. അത് കൂടുതൽ വ്യക്തമായി വന്നു. അബി വിറക്കുന്ന കൈകളോടെ എഴുന്നേറ്റ് വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് പുറത്തുനിന്ന് ആരോ ശക്തമായി പിടിച്ചു വെച്ചിരിക്കുന്ന പോലെ. അബി! ഒരു നേർത്ത സ്വരം. അതവന്റെ കാതുകളിലല്ല, മറിച്ച് തലക്കുള്ളിലാണ് മുഴങ്ങിയത്. അവൻ വിറയിലൂടെ ചുറ്റും നോക്കി. തന്റെ വസ്ത്രങ്ങൾ നനയുന്നവൻ അറിഞ്ഞു. നോക്കിയപ്പോൾ ബാത്റൂമിലെ ടാപ്പുകൾ തനിയെ തുറക്കപ്പെട്ടിരിക്കുന്നു. വെള്ളമല്ല, പകരം കറുത്ത മണ്ണും വാടിയ പൂക്കളും കലർന്ന ചെളി. പെട്ടെന്ന് കണ്ണാടിയിൽ ഒരു വിള്ളൽ വീണു. അവൻ ഞെട്ടി അവിടേക്ക് നോക്കി. കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തിന് പകരം ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ടു. അവൻ അലറി വിളിച്ചുപോയി. ആൾ വാതിലിനടുത്തേക്ക് ഓടിയെങ്കിലും എന്തിലോ തട്ടി അവൻ ബാത്റൂമിൽ തന്നെ വീണുപോയി. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കണ്ണാടി തുളച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് വന്നിരുന്നു.
വെളുത്ത ചുരിദാറും അഴിഞ്ഞുലഞ്ഞ മുടികളുമുള്ള ഒരു പെണ്ണ്. നീ എന്നെ മറന്നുവല്ലേ? അവൾ മന്ത്രിച്ചു. അവളുടെ ശ്വാസത്തിന് ചിതയുടെ മണമായിരുന്നു. അബിക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. കണ്ണുകളടച്ചവൻ ആ ഭീകരതയെ നേരിടാൻ തയ്യാറായി. എന്നാൽ സെക്കൻഡുകൾക്ക് ശേഷം ഒരു തണുത്ത കാറ്റ് അവനെ കടന്നുപോയി. അവൻ പതുക്കെ കണ്ണു തുറന്നു. ബാത്റൂമിൽ ആരുമില്ല. ടാപ്പുകൾ അടഞ്ഞു കിടക്കുന്നു. തറ ഉണങ്ങിയിരിക്കുന്നു. എങ്കിലും അവൻ പിടഞ്ഞെഴുന്നേറ്റ് മുറിയിലേക്ക് ഓടി. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. റോയ്. അവൻ ആ പേര് കിതപ്പോൾ ആ ഫോൺ എടുത്തു. അവനൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു. അബി വേഗം അത് നോക്കി. അതൊരു പെണ്ണിന്റെ ഫോട്ടോയായിരുന്നു. 2 മിനിറ്റ് മുമ്പ് അവൻ ബാത്റൂമിലെ കണ്ണാടിക്ക് മുമ്പിൽ കണ്ട അതേ പെണ്ണ്. കൂടെ ഒരു മെസ്സേജ്. നീ വേഗം ഒന്ന് ഇങ്ങോട്ട് വാ. ഫോണിൽ ആ ചിത്രം കണ്ടതും അബിയുടെ ഉള്ളിൽ അവസാന ധൈര്യവും ചോർന്നു പോയി. കൈകൾ വിറച്ചുകൊണ്ട് ഫോൺ തറയിലേക്ക് തെറിച്ചു വീണു. കണ്ണാടിയിൽ കണ്ട അതേ നിഴൽ രൂപം, അതേ മരവിച്ച കണ്ണുകൾ. റോയ് എന്തിനാണ് ഈ ചിത്രം അയച്ചത്? നീ വേഗം ഇങ്ങോട്ട് വാ എന്ന് അവനെന്തിനാണ് പറഞ്ഞത്? ആ സന്ദേശം ഒരു മുന്നറിയിപ്പോ അതോ മരണവിളിയോ? മരണഭയം അബി ആ വീടിന് പുറത്തേക്ക് ഓടിച്ചു. തണുപ്പിനെയോ ഇരുട്ടിനെയോ ഭയക്കാതെ അവൻ പോർച്ചിലേക്ക് പാഞ്ഞു. ഇനിയൊരു ബൈക്ക് യാത്ര അസാധ്യമാണെന്ന് അവന് തോന്നി. ചുറ്റുമുള്ള ഇരുട്ടിൽ നിന്നും ആ പെൺകുട്ടി എപ്പോൾ വേണമെങ്കിലും തനിക്ക് മുന്നിലേക്ക് ചാടി വീഴാം. അവൻ വേഗം തന്റെ കാറ് സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിൻ ഗർജനത്തോടെ ഉണർന്നപ്പോൾ ആ ശബ്ദം അവന് ചെറിയൊരു ആശ്വാസം നൽകി. ഗേറ്റ് പോലും അടക്കാതെ അവൻ കാറ് പുറത്തേക്ക് എടുത്തു. വീണ്ടും അതേ ചുരം, അതേ പാത. ഇത്തവണ മഞ്ഞ് മുന്നത്തേലും കൂടുതൽ കനത്തിരുന്നു. കാറിന്റെ ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ചെയ്ത് അവൻ മുന്നോട്ട് നീങ്ങി. കാറിനുള്ളിലെ AC ഓൺ ചെയ്തിട്ടില്ലെങ്കിലും പുറത്തെ തണുപ്പ് ഗ്ലാസുകൾക്കിടയിലൂടെ അകത്തേക്ക് അരിച്ച് കയറുന്നുണ്ടായിരുന്നു. വശങ്ങളിലെ കൊക്കകളിലേക്ക് നോക്കാതെ അവൻ സ്റ്റിയറിംഗിൽ മുറുക്കി പിടിച്ചു. ഓരോ വളവ് തിരിയുമ്പോഴും റിയർ വ്യൂ മിററിലൂടെ അവൻ പിന്നിലെ സീറ്റിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന്. ചുരമിറങ്ങും തോറും കാറിന്റെ നിശബ്ദത കൂടി വന്നു. ടയറുകൾ റോഡിലെ ചരലുകളിൽ ഉരസുന്ന ശബ്ദം മാത്രം. ഒടുവിൽ റോയിയുടെ പപ്പയുടെ ഉടമസ്ഥയുള്ള കൂറ്റൻ ഏലം എസ്റ്റേറ്റിന്റെ കവാടത്തിൽ അവൻ എത്തിച്ചേരുമ്പോൾ ഉള്ളിൽ എവിടെ നിന്നോ ഒരു ആശ്വാസം അവൻ അറിഞ്ഞിരുന്നു. കാടിന് നടുവിൽ ഒറ്റപ്പെട്ട ഒരു സാമ്രാജ്യം പോലെ ആ എസ്റ്റേറ്റ് പരന്നു കിടക്കുന്നു. ഇരുവശവും ഉയർന്നു നിൽക്കുന്ന ഏലച്ചെടികൾക്കിടയിലൂടെയുള്ള ആ ഇടുങ്ങിയ വഴിയിൽ കാറിന്റെ വെളിച്ചം തട്ടി നിഴലുകൾ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. എസ്റ്റേറ്റിനുള്ളിൽ ആ പഴയ ബംഗ്ലാവിലേക്ക് എത്തിച്ചേരുന്നവരെയും ആ വഴിയിൽ വല്ലാത്തൊരു നിശബ്ദത തന്നെയായിരുന്നു. കാറ്റിൽ ഒഴുകി വരുന്ന ഏലത്തിന്റെ ഗന്ധത്തോടൊപ്പം ബാത്റൂമിൽ വെച്ച് താൻ അനുഭവിച്ച അതേ വാടിയ പൂക്കളുടെ ഗന്ധം വീണ്ടും അവന്റെ നാസാരന്ധ്രങ്ങളിൽ തറച്ചു കയറി. ദൂരെ മരങ്ങൾക്കിടയിലൂടെ റോയിയുടെ ബംഗ്ലാവിലെ മങ്ങിയ വെളിച്ചം കണ്ടു തുടങ്ങി. ആ വലിയ മരത്തണലുകൾക്കിടയിൽ കാർ നിർത്തുമ്പോൾ അബിയുടെ ശരീരം വിയർപ്പിൽ കുളിച്ചിരുന്നു. കാർ ഓഫാക്കിയതും ചുറ്റുമുള്ള സർവ്വ ശബ്ദങ്ങളും നിലച്ചു. ചീവീടുകൾ പോലും നിശബ്ദമായിരിക്കുന്നു. അബി കാറിൽ നിന്നിറങ്ങാൻ മടിച്ചിരുന്നു. വശത്തെ ഗ്ലാസ്സിലൂടെ നോക്കിയപ്പോൾ ഏലക്കാടുകൾക്കിടയിൽ ആരോ ഒരാൾ നിൽക്കുന്ന പോലെ അവന് തോന്നി. അവൻ വിറക്കുന്ന കൈകളോടെ കാറിന്റെ ഡോർ തുറന്നു. റോയ്. അവൻ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു നോക്കി. പക്ഷേ മറുപടിയായി വന്നത് ദൂരെ കാട്ടിൽ നിന്നുള്ള കുറുക്കന്റെ ഓരിയിടൽ മാത്രമായിരുന്നു. ബംഗ്ലാവിന്റെ മുൻവാതിൽ പകുതി തുറന്നു കിടക്കുന്നു. അകത്തെ വെളിച്ചം പുറത്തെ മഞ്ഞിലേക്ക് ഒരു മങ്ങിയ രേഖയായി വീണ് കിടക്കുന്നു. ഉള്ളിൽ എന്തോ വലിയ ദുരന്തം കാത്തിരിക്കുന്നു എന്ന തോന്നൽ അബിയെ വീണ്ടും തളർത്തി. എങ്കിലും കൈയുള്ള ഫോണിലേക്ക് ഒരിക്കൽ കൂടി നോക്കി അവൻ ബംഗ്ലാവിലേക്ക് ഓടി. അവന്റെ ഓരോ ചുവടിലും മരണത്തിന്റെ തണുപ്പ് ഒപ്പമുണ്ടായിരുന്നു. പകുതി തുറന്നു കിടക്കുന്ന ആ വലിയ മരവാതിൽ തള്ളി തുറന്ന് അവൻ അകത്തേക്ക് പാഞ്ഞു. റോയ്, റോയ്! അബിയുടെ ശബ്ദം ആ വലിയ ഹാളിൽ തട്ടി പ്രതിധ്വനിച്ചു. പക്ഷെ മറുപടി ഉണ്ടായില്ല. ഹാളിലെ മങ്ങിയ വെളിച്ചത്തിൽ തറയിൽ ചിതറിക്കിടക്കുന്ന മദ്യക്കുപ്പികൾ അവൻ കണ്ടു. അന്തരീക്ഷത്തിൽ സിഗരറ്റിന്റെയും മദ്യത്തിന്റെയും രൂക്ഷഗന്ധം. ആ വലിയ മുറിയിലെ നിഴലുകൾ ചുമരുകളിൽ ഭീകരരൂപം പ്രാപിക്കുന്നു. അവൻ മുകളിലത്തെ നിലയിലേക്ക് ഓടി. ഓരോ പടവ് കയറുമ്പോഴും അവന്റെ കാലുകൾ കുഴയുന്നുണ്ടായിരുന്നു. ഇടനാഴിയുടെ അറ്റത്തുള്ള റോയിയുടെ മുറിയിൽ നിന്നും ഒരു നേർത്ത വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. വല്ലാത്തൊരു തണുപ്പ് ആ ഇടനാഴിയിൽ പടർന്നു കിടക്കുന്ന പോലെ. ബാത്റൂമിൽ വെച്ച് താൻ അനുഭവിച്ച അതേ വാടിയ പൂക്കളുടെയും ചിതയുടെയും ഗന്ധം. അബി റോയിയുടെ മുറി തള്ളി തുറന്നു. റോയ്! അവൻ വിളിച്ച ആ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. മുറിക്കുള്ളിലെ കാഴ്ച അബിയുടെ ബോധം മറക്കാൻ പോകുന്നതായിരുന്നു. കട്ടിലിനരികിൽ തറയിലിരിക്കുന്ന റോയ്. അവന്റെ കയ്യിൽ ഒരു സിഗരറ്റ് കുറ്റിയുമുണ്ട്. അബിയുടെ നോട്ടം പതുക്കെ കട്ടിലേക്ക് നീങ്ങി. അവിടെ വെള്ള പുതച്ച പോലെ രൂപം. പക്ഷെ ആ മുഖം മറഞ്ഞിട്ടില്ല. അബിയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അല്പം മുമ്പ് തന്റെ വീട്ടിലെ കണ്ണാടിയിൽ കണ്ട അതേ പെൺകുട്ടി. അഴിഞ്ഞുളഞ്ഞ മുടികൾക്കിടയിലൂടെ അവളുടെ വിളറി വെളുത്ത മുഖം പുറത്തേക്ക് കാണാമായിരുന്നു. അവൾ മരിച്ചിടക്കുകയാണ്. റോയിയുടെ മുറിയിൽ ആ കാഴ്ച അബിയുടെ മസ്തിഷ്കത്തെ മരവിപ്പിച്ച് കളഞ്ഞു. കട്ടിലിൽ നിശ്ചലമായി കിടക്കുന്ന ആ രൂപം, അല്പം മുമ്പ് തന്റെ വീട്ടിലെ കണ്ണാടിയിൽ കണ്ട അതേ വെളുത്ത വസ്ത്രം, അതേ അഴിഞ്ഞുളഞ്ഞ മുടിയെഴുകൾ. അവൾ മരിച്ചിരിക്കുന്നു. മുറിയിലെ വായുവിന് മരണത്തിന്റെ തണുപ്പായിരുന്നു. തറയിൽ തളഞ്ഞിരിക്കുന്ന റോയിയുടെ കയ്യിൽ കത്തിയെരിഞ്ഞ് തീരാറായ ഒരു സിഗരറ്റ് കുറ്റി വിറക്കുന്നുണ്ടായിരുന്നു.
അവന്റെ കണ്ണുകൾ ശൂന്യതയിലേക്ക് തുറിച്ചു നോക്കുന്നു. അബിയുടെ ഉള്ളിൽ ഒരു മിന്നൽ പോലെ ആ ഓർമ്മകൾ ഇരച്ചു കയറി. ആ മുഖം താൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഭയത്തിന്റെ പുകമറക്കുള്ളിൽ നിന്നും ആ പേര് അവന്റെ ചുണ്ടുകളിൽ തടഞ്ഞു നിന്നു. അവർണിക. അബിയുടെ ചിന്തകൾ ഏതാനും മണിക്കൂറുകൾക്ക് പിന്നിലേക്ക് പാഞ്ഞു. റോയിയുടെ ജന്മദിന പാർട്ടി കൊഴിപ്പിക്കാൻ ഒരു പെണ്ണ് വേണമെന്ന് റോയ് വാശി പിടിച്ചപ്പോൾ മദ്യത്തിന്റെ ലഹരിയിൽ താനാണ് അവളെ കണ്ടെത്തിയത്. രാത്രി വൈകി ബസ് സ്റ്റാൻഡിൽ ഒറ്റപ്പെട്ടെന്ന് അവൾക്ക് ലിഫ്റ്റ് വാഗ്ദാനം ചെയ്യുമ്പോൾ തന്റെ ഉള്ളിലെ ചിന്തകൾ ഇത്രയും വലിയൊരു പാപത്തിലേക്കാണ് ചെന്നെത്തുകയെന്ന് അവൻ കരുതിയിരുന്നില്ല. കള്ളിന്റെ പുറത്ത് എവിടെയെന്നോ കിട്ടിയ ആ പാവം പെൺകുട്ടിയെ താൻ തന്നെയാണ് ഈ മരണക്കിണിയിലേക്ക് എത്തിച്ചത്. അബിയുടെ കാലുകൾ തളർന്നു. അവൻ ആ മുറിയുടെ മൂലയിൽ തറയിലേക്ക് ഊർന്നിരുന്നു. കുറ്റബോധം ഒരു കനൽ പോലെ അവന്റെ നെഞ്ചിൽ പടർന്നു. താൻ ചെയ്ത വെറുമൊരു തെറ്റല്ല, ഒരു കൊലപാതകത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ പതുക്കെ എഴുന്നേറ്റു. മരവിച്ച പാദങ്ങളോടെ റോയിയുടെ അടുത്തേക്ക് നടന്നു. റോയിയുടെ മുഖത്ത് വല്ലാത്ത ടെൻഷനുണ്ട്, പക്ഷേ തന്നെ പോലെ തളർച്ചയില്ല. റോയ്, അബി വിറക്കുന്ന സ്വരത്തിൽ വിളിച്ചു. അവന് റോയിയുടെ തോളിൽ തൊടാൻ പോലും പേടിയായിരുന്നു. റോയ്, ഇതെങ്ങനെ സംഭവിച്ചു? എന്താ ഇവിടെ ഉണ്ടായത്? അവന്റെ ശബ്ദം വിറച്ചു. പറ്റിപ്പോടാ, കൊല്ലണമെന്ന് കരുതിയല്ല, പക്ഷെ പറ്റിപ്പോയി അബി. റോയിയുടെ ശബ്ദം ആ മുറിയിലെ നിശബ്ദതയെ കീറിമുറിച്ചു. അബിയുടെ ഓർമ്മകളിൽ ആ ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നു. മദ്യം തലക്ക് പിടിച്ച ആ ജന്മദിന പാർട്ടി, ആഘോഷങ്ങൾ കഴിഞ്ഞ് മറ്റുള്ളവരൊക്കെ മടങ്ങി തുടങ്ങുമ്പോഴാണ് അവനൊരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞത്. അവനൊന്ന് ആവശ്യപ്പെട്ടാൽ അത് താൻ എങ്ങനെയും സാധിച്ചു കൊടുക്കും. അതായിരുന്നു അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ്. പണ്ടിടുക്കിയിലെ ബോർഡിംഗ് സ്കൂളിൽ നിന്ന് തുടങ്ങിയ കൂട്ടുകെട്ട്, അച്ഛനമ്മമാർ പണച്ചാക്കുകൾ. പക്ഷേ മക്കളുടെ കൂടെ നിർത്തി വളർത്താൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ചിലരുണ്ടെന്നുള്ളതിന്റെ തെളിവ് ഓരോ മാസം അക്കൗണ്ടിൽ വന്ന് വീഴുന്ന പണമായിരുന്നു. ആ പണം തങ്ങൾക്ക് എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല. അതിലെ തങ്ങളെ ഇവിടെ വരെ കൊണ്ടെത്തിച്ച് അബിയുടെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു. അവർണിക, അവൻ അവളെക്കുറിച്ച് ഓർത്തു. അവൾ ഇത്ര സുന്ദരിയായിരുന്നു. ബസ് സ്റ്റാൻഡിലെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ ആദ്യമായി കണ്ടപ്പോൾ ഒരു മാലാഖയെ പോലെയാണ് തോന്നിയത്. നിലാവെളിച്ചം ഏറ്റുവാങ്ങിയതുപോലെയുള്ള വെളുത്ത മുഖം, കാറ്റിൽ പാറിക്കളിക്കുന്ന നീണ്ട മുടിയിഴകൾ, ഭയങ്കരനാണെങ്കിലും തിളക്കമാർന്ന ആ വലിയ കണ്ണുകൾ. ആ നിഷ്കളങ്കമായ മുഖത്ത് നോക്കി ലിഫ്റ്റ് നൽകാമെന്ന് പറയുമ്പോൾ അവൾ ഒഴിവായതാണ്. പക്ഷെ തന്റെ ഉള്ളിലെ മദ്യലഹരി അവളെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി. മദ്യത്തിന്റെ ലഹരി തലക്ക് പിടിച്ചപ്പോൾ താനൊരു മൃഗമായി മാറുകയായിരുന്നു. റോയിയുടെ ബംഗ്ലാവിലേക്ക് അവൾ എത്തിക്കുമ്പോൾ അവൾ കരയുകയായിരുന്നു. കൈകൂപ്പി അപേക്ഷിച്ചിരുന്നു പലതവണ. ചേട്ടാ, എന്നെ വിട്ടേക്ക്, എനിക്ക് വീട്ടിൽ പോകണം. ആ യാചനകൾ തന്റെ കാതുകളിൽ പതിച്ചില്ല. അവളുടെ പൂവ് പോലെയുള്ള കൈകളിൽ ബലമായി പിടിച്ച് ആ സുന്ദരമായ ഉടലിനെ വന്യമായ കരുത്തോടെ താൻ ബംഗ്ലാവിനുള്ളിലേക്ക് വലിച്ചിഴച്ചു. ഭയത്താൽ വിറക്കുന്ന അവളെ സോഫയിലേക്ക് തള്ളിയിടുമ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ട ആ നിസ്സഹായത ഇപ്പോഴും അബിയുടെ ഉള്ളുപൊള്ളിക്കുന്നു. പിന്നീട് താൻ മയങ്ങിപ്പോയി. റോയ്, എന്താണ് പിന്നെ സംഭവിച്ചത്? അബി റോയിയോട് ചോദിച്ചു. അത് ഞാൻ അവളെ അടുത്തേക്ക് വിളിച്ചു. അവൾ പേടിച്ച് മുകളിലേക്ക് ഓടി. ഞാൻ അവളെ ബലമായി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവളെന്നെ സർവ്വശക്തി എടുത്ത് തള്ളിമാറ്റി രക്ഷപ്പെടാൻ ഓടിയതാ. പക്ഷേ റോയി ഒന്ന് നിർത്തി. കട്ടിൽ കിടക്കുന്ന ആ നിശ്ചലമായ രൂപത്തിലേക്ക് നോക്കി. കാല് തന്നെ അവൾ വീണത് ആ മേശയുടെ മുനയിലേക്കായിരുന്നു. തലയിടിച്ചു വീണ അവൾ പിന്നെ അനങ്ങിയിട്ടില്ല. റോയിയുടെ വാക്കുകൾ കേട്ട് അബി തകർന്നു പോയി. തന്നെ നിശബ്ദതയും ലഹരിയുമാണ് ഒരു പാവം പെൺകുട്ടിയുടെ ജീവനെടുത്തെന്ന് അവൻ തിരിച്ചറിഞ്ഞു. വീട്ടിലെ ബാത്റൂമിൽ താൻ കണ്ടത് വെറും ഒരു തോന്നലായിരുന്നില്ല. അവൾ തന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. തന്റെ പാപത്തിന്റെ നിഴലായി. ഇനി എന്ത് ചെയ്യും റോയ്? അബി വിറയലോട് ചോദിച്ചു. എന്ത് ചെയ്യാൻ? ചത്തു, ഇനി കുഴിച്ചിടണം. റോയിയുടെ വാക്കുകൾ അബിയെ വീണ്ടും ഭയപ്പെടുത്തി. അവൻ വിറച്ചു. പുറത്ത് മഞ്ഞൊരു പുതപ്പ് പോലെ ആ ബംഗ്ലാവിനെ പൊതിയുകയായിരുന്നു, അവരുടെ പാപങ്ങളെ മറക്കാനെന്ന വണ്ണം. എങ്കിലും ആ മുറിക്കുള്ളിലെ നിശബ്ദതയിൽ അവർണികയുടെ ശ്വാസം ഇപ്പോഴും തങ്ങിക്കിടക്കുന്ന പോലെ അബിക്ക് തോന്നി. അബിയുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. ആ സുന്ദരമായ മുഖം, അല്പം മുമ്പ് വരെ ജീവനുണ്ടായിരുന്ന ആ ശരീരം ഇപ്പോൾ വെറുമൊരു മൃതദേഹം മാത്രം. അവർ രണ്ടുപേരും ചേർന്ന് അവർണികയുടെ തണുത്തുറഞ്ഞ ശരീരം ഒരു പുതപ്പിൽ പൊതിഞ്ഞു. ആ ഭാരം താങ്ങുമ്പോൾ അബിയുടെ കൈകൾ വിറച്ചു. അവളുടെ കൈകൾ പുതപ്പിന് വെളിയിലേക്ക് തൂങ്ങിക്കിടന്നു. ആ വിരലുകൾ ഇപ്പോഴും തന്നെ പിടിക്കാൻ ആഞ്ഞു നീങ്ങുന്ന പോലെ അവന് തോന്നി. ബംഗ്ലാവിനോട് ചേർന്ന് കിടക്കുന്ന ഏല എസ്റ്റേറ്റിന്റെ അറ്റത്തൊരു ചതുപ്പുണ്ട്. ആർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത വന്യമൃഗങ്ങൾ പോലും ഭയക്കുന്ന ആ ചതുപ്പിൽ അവളെ മറവ് ചെയ്യാമെന്ന് റോയ് തീരുമാനിച്ചു. ആരവളെ കാറിന്റെ ഡിക്കിയിലേക്ക് മാറ്റി. റോയിയാണ് വണ്ടി ഓടിച്ചത്. അബി മുൻ സീറ്റിലിരുന്നു. കാറ് മുന്നോട്ട് നീങ്ങുമ്പോൾ കനത്ത മഞ്ഞ ഗ്ലാസുകളിൽ തട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അബി റിയർ വ്യൂ മിററിലേക്ക് നോക്കിയത്. അവന്റെ ഹൃദയം നിലച്ചുപോയി. പിന്നിലെ സീറ്റിൽ ഇരുട്ടിന്റെ നിഴലിൽ ഒരു രൂപം ഇരിക്കുന്നു. അഴിഞ്ഞുളഞ്ഞ മുടികൾക്കിടയിലൂടെ അവർണിക തന്നെ തുറിച്ചു നോക്കുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കറുത്ത ചെളിവെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. റോയ്, റോയ്, അവള് പുറകിലുണ്ട്. അബി അലറി വിളിച്ചു. റോയ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. കാറ് നുലഞ്ഞു നിന്നു. എന്ത് ഭ്രാന്താണ് നീ പറയുന്നത്? അവള് ഡിക്കിയിലുണ്ട്. നിനക്ക് വട്ടാണോ? റോയ് ദേഷ്യത്തോടെ പിന്നിലേക്ക് നോക്കി. അവിടെ ആരുമില്ലായിരുന്നു.
കാറിനുള്ളിലെ നിശബ്ദതയിൽ അബിയുടെ കിതപ്പ് മാത്രം പോയത്. റോയ് റോയ് ഞാൻ കണ്ടതാ, അവളെന്നെ നോക്കി ചിരിക്കായിരുന്നു. അബി തലയിൽ കൈവച്ച് വിറച്ചു. മിണ്ടാതിരിക്കട, നിന്റെ പേടിയാത്. അവൻ കാറ് വീണ്ടും മുന്നോട്ടെടുത്ത് ആ സ്ഥലത്തെത്തിയിരുന്നു. വേഗം നമുക്ക് സമയം കുറവാ. അവർ കാറിൽ നിന്നിറങ്ങി അവളുമായ ചതുപ്പിലേക്ക് നടന്നു. റോയ് അവളുടെ കാലുകളിലും അബി തലയുടെ ഭാഗത്തും പിടിച്ചു. ചതുപ്പിലെ നനഞ്ഞ മണ്ണിലേക്ക് അവർ ചുവടുകൾ വെക്കുമ്പോൾ ചീവീടുകളുടെ കരച്ചിൽ കാതടിപ്പിക്കുന്ന തരത്തിൽ കൂടി വന്നു. പെട്ടെന്ന് അബിയുടെ കൈകളിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. പുതപ്പിനുള്ളിൽ നിന്നൊരു കൈ പുറത്തേക്ക് വന്ന് അബിയുടെ കഴുത്തിൽ മുറുക്കി പിടിക്കുന്ന പോലെ അവന് തോന്നി. അബി പെട്ടെന്ന് മൃതദേഹം താഴെയിട്ട് പിന്നിലേക്ക് മറിഞ്ഞു വീണു. റോയ് ഞെട്ടിപ്പോയി. അബി നിനക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചോ? ഇവിടെ ആരുമില്ല, നീ വെറുതെ ഓരോ സങ്കല്പിക്കുക. ഇവിടെ എടുക്ക്. റോയ് മുരണ്ടു. അബിയുടെ മസ്തിഷ്കം ഒരു ഭ്രാന്താരമായി മാറിയിരുന്നു. ചതുപ്പിലെ ആഴമേറിയ നിശബ്ദതയിൽ മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന് ഒരു തേങ്ങയുടെ താളമായിരുന്നു എന്ന് അബിക്ക് തോന്നി. റോയിയുടെ ശാസനകൾ അവന് കേൾക്കാമെന്നല്ലാതെ അവന്റെ കണ്ണുകൾ കാണുന്ന മറ്റൊരു ലോകമായിരുന്നു. എങ്കിലും അവർ വീണ്ടും ആ ശരീരം ഉയർത്തി. ചെളി നിറഞ്ഞ ആ പാതയിലൂടെ അവർ നീങ്ങി. പെട്ടെന്ന് അവർ നീയുടെ മരവിച്ച വിരലുകൾ പുതപ്പിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്നു. ആ വിരലുകൾ അബിയുടെ കൈത്തണ്ടയിൽ ആഴ്ന്നിറങ്ങി. ഒരൈസ് കേട്ട തറയ്ക്കുന്ന പോലെ അവനത് തോന്നി. അവന്റെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വന്നു. എനിക്ക് തണുക്കുന്നു. ഒരു നേർത്ത മന്ത്രണം അവന്റെ കാതിൽ ഇരച്ചു കയറി. അവൻ ഞെട്ടി റോയിയെ നോക്കി. റോയ് യാതൊരു ഭാവമാറ്റമില്ലാതെ മുന്നോട്ട് നടക്കുകയാണ്. റോയ്, നീ കേട്ടില്ലടാ, ഇവൾ സംസാരിക്കുന്നു, അവൾക്ക് തണുക്കുന്നു. അബി എങ്ങോട്ടേക്കോ നോക്കി നിലവിളിച്ചു. ഉണ്ടായിരിക്കണ പന്നി, നിനക്ക് വട്ടായതാ, നീ നടക്ക്. റോയ് ദേഷ്യത്തോട് അലറി. റോയിയുടെ കണ്ണിൽ ആ മൃതദേഹം വെറുമൊരു മാംസവിണ്ട മാത്രമായിരുന്നു. എന്നാൽ അബിക്കവൾ തിളങ്ങുന്ന കണ്ണുകളുള്ള ചോരയൊലിപ്പിച്ച് ചിരിക്കുന്ന ആത്മാവായിരുന്നു. താൻ എന്താണ് കാണുന്നത്, താൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്തൊരവസ്ഥയിൽ അബി റോയ്ക്കൊപ്പം അവളെ ചുമന്ന് ചതുപ്പിന്റെ നടുവിലെത്തി. ഇരുണ്ട കറുത്ത വെള്ളം കെട്ടിക്കിടക്കുന്ന ആ പ്രദേശത്തിന് മരണത്തിന്റെ ഗന്ധമായിരുന്നു. പെട്ടെന്ന് അവർണികയുടെ ശരീരം വീണ്ടും അബിയെ നോക്കി ചിരിച്ചു. അവന്റെ കയ്യിൽ നിന്ന് വീണ്ടും ആ ശരീരം വൈദ്യുതി താഴേക്ക് വീണിരുന്നു. നീ കാണിക്കുന്നത്? റോയ് അവനെ നോക്കി ചോദിക്കുമ്പോൾ അവൻ ഭയന്ന് കുറച്ച് നിലത്തേക്ക് വീണുപോയിരുന്നു. അബിയുടെ കണ്ണിൽ അവൾ ആ പുതപ്പ് വഞ്ഞു മാറ്റി സാവധാനം എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. അവളുടെ വെളുത്ത ചുരിദാർ ഇപ്പോൾ കറുത്ത ചെളിയിൽ കുതിർന്നിരിക്കുന്നു. അഴിഞ്ഞുളഞ്ഞ മുടിയടകൾ കാറ്റിലാടുമ്പോൾ അവൾ അബിയുടെ നേരെ വിരൽ ചൂണ്ടി. നീയല്ലേ അബിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് എന്നെ കൈ പിടിച്ച് വലിച്ചത് നീയല്ലേ? നീ എന്തിനാ അബിയെ അവർക്ക് വിട്ടുകൊടുത്തത്? അവളുടെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ അവന്റെ തലക്കുള്ളിൽ മുഴങ്ങി. അവൾ നടന്നു വരികയാണ്. അവളുടെ ഓരോ ചൂടിലും ചതുപ്പിലെ വെള്ളം ഇരമ്പുന്നു. റോയ്, അവൾ നിന്റെ പിന്നിൽ നിൽക്കുന്നു, നോക്ക് റോയ്, അവള് നമ്മളെ കൊല്ലും. അബി ഉറച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി. എവിടെടാ ആര്? എടാ പുല്ല, ഇവിടെ നമ്മളെല്ലാം വേറെ ആരുമില്ല. റോയ് അബിക്കടുത്തേക്ക് ഓടി അവനെ തോൾ പിടിച്ച് ഉയർത്താൻ ശ്രമിച്ചു. നീ പേടിച്ച് മരിക്കുക അബി, വേഗം ബോധം വീണ്ടെടുക്ക്. റോയിയുടെ കൈകൾ അബി ആ നിലത്തുനിന്ന് പിടിച്ചുയർത്താൻ ശ്രമിക്കുമ്പോൾ അബി കണ്ടത് റോയിയുടെ മുഖമല്ല. റോയിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന അവർണികയാണ്. അവളുടെ മുഖം പകുതി തകർന്നിരിക്കുന്നു. തലയിൽ നിന്ന് രക്തം ചെടിയിൽ കരയുന്നു. അവൾ റോയിയുടെ ശബ്ദത്തിൽ ചിരിക്കുകയാണ്. ഇവനെ കൊന്നേക്കും, ഇവൻ കാരണം ഞാൻ മരിച്ചത്. ഇവനെ ചതുപ്പിലേക്ക് തള്ളിയിടും. അവൾ അവന്റെ ചെവിയിൽ മന്ത്രിച്ചു. അബിയുടെ ഉള്ളിൽ ഭ്രാന്ത് ആഞ്ഞടിച്ചു. തന്റെ മുന്നിൽ നിൽക്കുന്ന റോയിയാണോ അതോ അവളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. തന്റെ സുഹൃത്തിനെ ഉപദ്രവിക്കാനല്ല, മറിച്ച് തന്റെ മുന്നിൽ നിൽക്കുന്ന ആ ഭീകരൂപത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ റോയിയെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി. സർവശക്തിയും എടുത്ത് അബി റോയിയെ തള്ളിയതും റോയ് പിന്നിലേക്ക് വെച്ചു. കാലുകൾ ചതുപ്പിലെ വഴുക്കിലുള്ള മണ്ണിൽ ഉറച്ചില്ല. അബി, നീ എന്ത്? റോയിയുടെ വാക്കുകൾ പൂർത്തിയാക്കും മുമ്പ് അവൻ ആ ആഴമേറിയ ചതുപ്പിലേക്ക് മറന്ന് വീണ് കഴിഞ്ഞിരുന്നു. തണുത്തുറഞ്ഞ കറുത്ത ചെളി റോയി വിഴുങ്ങാൻ തുടങ്ങി. അവൻ കൈകാലുകളിട്ടടിച്ചു. റോയി മരണവെപ്രാളത്തോടെ കരഞ്ഞു. പക്ഷെ അബിക്ക് അപ്പോഴും അവിടെ നടക്കുന്ന എന്തെന്ന് വ്യക്തമായില്ല. അവൻ കണ്ടത് ചതുപ്പിലെ വെള്ളത്തിനടിയിൽ നിന്ന് അനേകം കൈകൾ ഉയർന്നു വന്ന് റോയിയെ താഴേക്ക് വലിക്കുന്നതാണ്. അവർണിക റോയിയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ താഴേക്ക് ചവിട്ടി താഴ്ത്തുകയാണ്. അവൾ അബിയെ നോക്കി ക്രൂരമായി ചിരിച്ചു. ആ ചിരിയിൽ പ്രതികാരം നിറഞ്ഞിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ റോയിയുടെ തലയും ചെളിയിൽ താഴ്ന്നു. വെള്ളത്തിന് മുകളിൽ ചില കുമിളകൾ മാത്രം ഉയർന്നു വന്നു. പിന്നെയെല്ലാം നിശബ്ദമായി. അപ്പോഴും അബി ആ ചതുപ്പിന്റെ കരയിൽ തന്നെ നിന്നു. തണുത്ത കാറ്റ് വീണ്ടും വീശി. പെട്ടെന്ന് അവന്റെ കാലിന് താഴെ ഒരു തണുപ്പ്. അവൻ കുനിഞ്ഞു നോക്കി. ചതുപ്പിലെ ചെളിവെള്ളത്തിൽ നിന്ന് അവളുടെ വിരലുകൾ അബിയുടെ കാലുകളിൽ പതുക്കെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇനി നമ്മൾ മാത്രം
അവളുടെ ശബ്ദം കാറ്റിൽ അലിഞ്ഞു ചേർന്നു. അഭിഭ്രാന്തമായി അലറിക്കൊണ്ട് ആ ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. എന്നാൽ ആ ചതുപ്പിലെ നനഞ്ഞ മണ്ണിൽ അവന്റെ കാൽപ്പാടുകൾക്കൊപ്പം മറ്റൊരു ജോഡി ചെറിയ കാൽപ്പാടുകൾ കൂടി പതിയുന്നുണ്ടായിരുന്നു. നനഞ്ഞ മണ്ണും വാടിയ പൂക്കളും മണക്കുന്ന ആ ആത്മാവിന്റെ കാൽപ്പാടുകൾ.